തിരുവല്ല അറ്റ് 2050. ജോസഫ് കെ ജോസഫിൻ്റെ 80-ാം പിറന്നാളാണ്. ചടങ്ങുകളൊന്നുമില്ല. മുമ്പ് കേക്ക് മുറിക്കലും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നു. 5 കൊല്ലം മുമ്പ് വരെ ഇടവക വികാരി ഫോണിൽ വിളിച്ച് ആശംസ അറിയിക്കുന്ന പതിവും ഉണ്ടായിരുന്നു. 5 കൊല്ലമായി വിളിയില്ല. 75 കഴിഞ്ഞവർക്ക് ഫോൺ കോളിന് പോലും സാധ്യതയില്ല. അല്ല, അങ്ങനെയൊന്നുമല്ലെന്ന് മകളുടെ മകൻ മാത്യൂസ് കെ മാത്യൂസ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ കൈ പിടിച്ചു നടത്താൻ അവൻ ഓസ്ട്രേലിയയിൽ നിന്ന് വരുമോ? പുതിയ വൈദികൻ ബംഗാളി ആയോണ്ട ഇവിടുത്തെ ശീലം അറിയില്ലല്ലോ, മാത്യൂസ് കെ മാത്യൂസ് പറഞ്ഞു. സഭയ്ക്ക് വൈദികക്ഷാമം കാര്യമായി ഉണ്ട്. 700 വൈദികർ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ 80. പകുതിയിൽ കൂടുതൽ പേർ അന്യസംസ്ഥാനക്കാർ. പള്ളിയിൽ പോകാറില്ലെങ്കിലും ബിഷപ്പിൻ്റെ മറുപടിയിൽ സത്യമുണ്ടെന്ന് മാത്യൂസ് കെ മാത്യൂസ് ഓർമ്മിപ്പിച്ചു. ഓസ്ട്രേലിയയിൽ 17 കൊല്ലമായി ജീവിക്കുന്ന മകളുടെ മകന് നാട്ടിലെ വിശേഷങ്ങളൊക്കെ നിശ്ചയമാണല്ലോ എന്ന് ജോസഫ് കെ ജോസഫ് ഓർത്തു. മലയാളികൾ വടക്കേ ഇന്ത്യയിൽ വൈദികരായുണ്ട്. ആ സ്ഥിതിക്ക് ബംഗാളികൾക്കും ബീഹാറികൾക്കും ഇവിടെ കുർബാന ചൊല്ലിക്കൂടെ? കൊച്ചുമകൻ വല്യപ്പനോട് ചോദിച്ചു. ബംഗാളികളുടെ ചൊല്ലിന് അത്ര ഇമ്പം പോരെന്ന് എത്ര പറഞ്ഞിട്ടും മാത്യൂസ് കെ മാത്യൂസ് സമ്മതിക്കുന്നില്ല. ഇമ്പവും ശബ്ദവും ഒക്കെ കേൾക്കുന്നവരുടെ തോന്നലാണത്രേ. തിരുവല്ല ടൗണിലേക്ക് നടക്കുന്നതിനിടയിൽ മാത്യൂസ് കെ മാത്യൂസ് ചോദിച്ചു, വല്യപ്പച്ചൻ ഇപ്പം കേൾക്കുന്ന ശബ്ദം എന്താണെന്നറിയാമോ? അയാൾ ചെവി വട്ടം പിടിച്ചു. കൺപോള ഊക്കോടെ തുറന്നു. മനസ്സിലാകുന്നില്ല. ഒടുവിൽ കൊച്ചുമകൻ പറഞ്ഞു കൊടുത്തു, നഗരസഭക്കാർ 4 വലിയ ക്യാൻറ്റീൻ നടത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്ക് നീണ്ട മണി അടിക്കും. വീടുകളിലുള്ള മുഴുവൻ വയസ്സരും 1 മണിക്കൂറിനുള്ളിൽ ക്യാൻറ്റീനിലെത്തി കഴിക്കണം. ഭക്ഷണം സൗജന്യമല്ല. വിദേശത്തുള്ള സ്നേഹനിധികളായ മക്കൾ മുനിസിപ്പാലിറ്റിക്ക് മാസം തോറും തുക നൽകും. യഥേഷ്ടം കഴിക്കാം. നഗരസഭയ്ക്ക് 30 വാർഡ്. ജനങ്ങൾ തീരെ കുറവ്. അതുകൊണ്ട് ക്യാൻറ്റീനിൽ ഒരു തിരക്കുമില്ല. മെല്ലെ ഇറങ്ങി നടന്നാൽ മതി. വൈകിയാലും കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ പട്ടിണി കിടക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതല്ലേ നടന്നു ചെന്ന് ഉണ്ണുന്നത്? അത് മുനിസിപ്പാലിറ്റിയുടെ ബെല്ല് തന്നെ. നമ്മൾ സമയം പാലിക്കണം. മാത്യൂസ് കെ മാത്യൂസ് സമയനിഷ്ഠക്കാരനാണ്. പക്ഷേ അവൻ്റെ അമ്മ ഉഴപ്പിയായിരുന്നു. ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വിട്ടതാ. പിന്നെ നാട്ടിൽ നിൽക്കുമോ? അവിടെ അങ്ങ് നിന്നു. ഒറ്റ മോളല്ലയോ എന്ന് അവൾ വിചാരിച്ചില്ല. കല്യാണവും അവിടെ വച്ചായിരുന്നു. നഗരസഭാ ക്യാൻറ്റീനിലെ കാര്യങ്ങളും കണക്കുകളും നേരെയാക്കി പരിചയപ്പെടുത്തിയ ശേഷം മാത്യൂസ് കെ മാത്യൂസ് നാളെ തിരിച്ചു പോകും. ബാക്കി ദിവസങ്ങളിൽ ഉച്ചയ്ക്കും വൈകിട്ടും മുനിസിപ്പാലിറ്റിയുടെ മണി മുഴങ്ങുമ്പോൾ ചെല്ലണം. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടത്തില്ല. കുഴപ്പമില്ല, ഇച്ചിരി ഓട്സോ 2 പഴമോ ഉണ്ടെങ്കിൽ കാര്യം കഴിക്കാം. നടക്കാൻ വയ്യാത്തവരും പിടിച്ചു നടന്നവരും കൂടെ നടക്കുന്നവരും ചേർന്ന് തിരുവല്ല നിറഞ്ഞു. പഴിയും പരദൂഷണവുമായി ഓരോരുത്തരും പിച്ച വെച്ചു. മലയാളത്തിൽ ആരും മിണ്ടുന്നില്ലല്ലോ എന്നായി മാത്യൂസ് കെ മാത്യൂസ്. മെൽബൺ നഗരത്തിൽ ഇറങ്ങിയാൽ ഇതിൽ കൂടുതൽ മലയാളം കേൾക്കാനാവുമെന്ന് അവൻ പറഞ്ഞു. ഹിന്ദിയും ബംഗാളിയും കുറെ ഇംഗ്ലീഷും. തിരുവല്ല ട്രാഫിക് ഐലൻഡിൻ്റെ ഭാഗം മുറിച്ചു കടന്നപ്പോൾ പിന്നാലെ കൂടി. വയസ്സർക്കുള്ള പ്രത്യേക അടിവസ്ത്രങ്ങൾ, കിടന്ന് മൂത്രമൊഴിക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ, തുപ്പൽ കോളാമ്പി, വിദേശത്ത് നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്ത ശവപ്പെട്ടികൾ തുടങ്ങിയവയ്ക്കുള്ള പ്രത്യേക ഷോറൂമുകൾ നഗരത്തിൽ കണ്ടു. ഗോഫർ തടി കൊണ്ടുള്ള ശവപ്പെട്ടികൾ 3 എണ്ണം വാങ്ങുന്നവർക്ക് 1 ഫ്രീ എന്നെഴുതിയ ബോർഡ് കണ്ടപ്പോൾ മെൽബണിൽ ഇത്തരം ഓഫർ പണ്ടേ ഉണ്ടെന്നായി മാത്യൂസ് കെ മാത്യൂസ്. ഗോഫർ മരത്തിൻ്റെ പ്രത്യേകത അറിയാമോ? വല്യപ്പൻ കൊച്ചുമകനോട് ചോദിച്ചു. ഫോണിൽ സെർച്ച് ചെയ്യാൻ നോക്കി കൊച്ചുമകൻ മിണ്ടാതെ നിന്നു. ബൈബിളിൽ നീ വായിച്ചിട്ടില്ലേ? മാത്യൂസ് കെ മാത്യൂസിന് എന്തോ പോലെ. പിന്നെ സ്വകാര്യമായി പറഞ്ഞു, ബൈബിൾ തൊട്ടിട്ട് 10 കൊല്ലമായി. നോഹ പെട്ടകമുണ്ടാക്കിയ മരമാണ് ഗോഫർ. കുലുങ്ങിച്ചിരിച്ചുകൊണ്ട് കൊച്ചുമകൻ ചോദിച്ചു, അതൊരു മിത്തല്ലയോ വല്യപ്പച്ച? വിത്ത് ഗുണം 10 ഗുണം. വല്യപ്പന് ദേഷ്യം വന്നു. തിരുവല്ല മുഴുവൻ ഉണ്ണാൻ വേണ്ടി ടൗണിലുണ്ട്. 4-5 കടകൾ, 12,000 ഓട്ടോറിക്ഷകൾ. ആരും കയറുന്നില്ല. തപ്പിയും തടഞ്ഞും ഓരോരുത്തർ മുനിസിപ്പൽ ക്യാൻറ്റീനിലേക്ക് പോകുന്നു. ഇങ്ങനെ ചോറുണ്ണാൻ പോകുന്നതിൽ നാണക്കേട് വിചാരിക്കരുതെന്ന് മാത്യൂസ് കെ മാത്യൂസ് വല്യപ്പച്ചനെ ഓർമ്മിപ്പിച്ചു. വീട്ടിൽ ഉറ്റവർ കൂടെയില്ലാത്ത വയോജനങ്ങൾക്ക് വേണ്ടി നഗരസഭ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കിയത് എത്രയോ ഉചിതം അല്ലായിരുന്നേലോ. ഒരു ജോലിക്കാരിയെ വീട്ടിൽ കിട്ടാൻ എന്ത് വിഷമിക്കും?
ഓസ്ട്രേലിയയിൽ ഇങ്ങനെ ചെയ്യുന്നവർക്ക് നാട്ടിൽ വേറൊരാളെ വേണോ? മാത്രവുമല്ല 70 കഴിഞ്ഞ ജോലിക്കാരെ മാത്രമേ നാട്ടിൽ കിട്ടുകയുള്ളൂ. പണ്ടിവിടെല്ലാം നല്ല കച്ചവടമായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, വല്യപ്പച്ചൻ ഓർമ്മ പുതപ്പ് പുറത്തേക്ക് വിരിച്ചു. മരുന്ന് കടകൾ, വളർത്തു ജീവികൾക്കായുള്ള പ്രത്യേക സ്ഥാപനങ്ങൾ, ഓക്സിജൻ പാർലറുകൾ, ഇത്രയൊക്കെ കാണുവാനുള്ളൂ. കട നടത്തുന്നവരിൽ കൂടുതലും മലയാളികളുമല്ല. ഹിന്ദിയിലും ബംഗാളിയിലും ബോർഡ് എഴുതി വെച്ച 4-5 ബസ്സുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി വന്നു പോയിക്കൊണ്ടിരുന്നു. ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും ഹിന്ദിക്കാർ തന്നെ. അത് വെറുമൊരു ക്യാൻറ്റീൻ ആയിരുന്നില്ല, വിശാലമായ അടുക്കളയായിരുന്നു. മാത്യൂസ് രജിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങൾക്കായി പോയി. പാത്രങ്ങളുമായി ക്യൂ നിൽക്കണം. വിളമ്പി അങ്ങ് പോകും. പപ്പടം കാച്ചിയ മണം, ഏത്തയ്ക്കാത്തോലും പച്ചക്കറി കഷ്ണങ്ങളും അവിടെയും ഇവിടെയും കിടക്കുന്നു. നാളെ തൊട്ട് വല്യപ്പച്ചൻ ഒറ്റയ്ക്ക് വരണം, ഒരു പ്രശ്നവുമില്ല. ദാ ഈ കാർഡ് കഴുത്തിലിട്ടേക്കണം, കൊച്ചുമകൻ പറഞ്ഞു. തിന്നാൻ വരുന്നവർ കട്ട് തിന്നാൻ വരുന്നവരല്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള തിരിച്ചറിയൽ കാർഡ്. കഴുത്തിലേക്ക് ഇട്ടുകൊള്ളാൻ മാത്യൂസ് ആംഗ്യം കാട്ടി. അയാൾ അനുസരിച്ചു. വിളമ്പും മുമ്പ് ചെറിയൊരു ചടങ്ങുണ്ടെന്ന് അറിയിപ്പുണ്ടായി. പ്രൗഢയായ നേപ്പാളി വനിതയാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ. തത്തച്ചുണ്ട്, പുകയില കരിച്ച പല്ലുകൾ, ഹാഫ് സ്ലീവ് ഷർട്ടും പാൻറ്റുമാണ് വേഷം. അവരുടെ ഭർത്താവ് പല്ല് കൊഴിഞ്ഞ ഒരു തിരുവല്ലക്കാരൻ അടുത്ത് കൂടി നിൽപ്പുണ്ട്. നിറം കണ്ട ആളുകൾ വോട്ട് കുത്തി ജയിപ്പിച്ചതായിരിക്കും. അല്ലല്ല, ഓർമ്മയുണ്ട്. ആ തിരുവല്ലക്കാരൻ്റെ വീട്ടിൽ അടുക്കള ജോലിക്ക് വന്നതാണ്. പിന്നെ അയാൾ അവരെ കെട്ടി. അയാൾക്ക് വയ്യാതായപ്പം ഇവളങ്ങ് വളർന്നു. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 70-ന് താഴെയുള്ള സ്ഥാനാർത്ഥികൾ നാട്ടിൽ കുറവ്. ഇവർക്ക് 10-50 കാണും. അങ്ങനെ നഗരസഭാ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായി ചീമേലി. പ്രായം 50-ഓ 55-ഓ. ചീമേലിയുടെ എതിർ സ്ഥാനാർത്ഥി 78-കാരിയായ സ്ഥാനാർത്ഥിയായിരുന്നു. അവർ തോറ്റു. ചീമേലി ജയിച്ചപ്പോൾ എന്തൊരു വാർത്തയായിരുന്നു. നഗരസഭയിലെ ബേബി, നേപ്പാളിൽ നിന്നുള്ള പെൺകരുത്ത്. ഓരോ പോയിന്റിലും മുറുക്കി തുപ്പിക്കൊണ്ട് ചീമേലി നന്ദി പറയാൻ വന്നത് ഇന്നും ഓർക്കുന്നു. 4 അതിവിശാല ക്യാൻറ്റീനുകൾ ചീമേലിയുടെ ബുദ്ധിയായിരിക്കും. ഭർത്താവ് തൊണ്ട് അവരുടെ മൊബൈൽ ഫോണും ഹാൻഡ് ബാഗും പിടിച്ച് പിന്നിൽ കുനിഞ്ഞു നിൽക്കുന്നു. തിരുവല്ലയിലെ ഏറെക്കുറെ എല്ലാവരും നഗരസഭയുടെ അടുക്കളയിൽ ഉണ്ണാനെത്തിയിട്ടുണ്ട്. വയ്യാതായവരും ഉലയാത്ത ആഘോഷത്തിലാണ്. 7 നേപ്പാളി യുവാക്കൾ ഇലവിരിച്ചു. പ്രഥമൻ വിളമ്പാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന നേപ്പാളി പെണ്ണുങ്ങൾ. ചിമേലിയുടെ പിൻവാതിൽ നിയമനമായിരിക്കുമോ ഇവർ? ബീഹാറികൾ കറി വിളമ്പി, ബംഗാളികൾ വെള്ളമൊഴിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ലഘു പ്രസംഗം ആരംഭിച്ചു. മാത്യൂസ് അത് റെക്കോർഡ് ചെയ്തു. വാർദ്ധക്യത്തെ ഒരു ശാരീരിക അവസ്ഥയായി കാണാവൂ എന്ന് ആ നേപ്പാളി സ്ത്രീ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടമായി. എന്നാൽ അവർക്കിങ്ങനെയൊക്കെ വിളിച്ചു പറയാം. ഹിമാലയം കണ്ടവർക്ക് തിരുവല്ല എത്ര നിസ്സാരം. മണിമണി പോലെ മലയാളം ചിലർ അവരെക്കുറിച്ച് പറഞ്ഞു. ഇവിടുത്തെ പിള്ളേരേക്കാൾ കേമം മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു. അതിനിവിടെ പിള്ളേർ, വേറൊരാൾ ചോദിച്ചു. തിരുവല്ലയിലാകെ 1000 പേരുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസംഗത്തിൽ പറഞ്ഞു. അതിൽ മലയാളികൾ 400 പേർ. 400 പേരും വൃദ്ധജനങ്ങൾ. ഇവരിൽ നടക്കാൻ കഴിയുന്ന 300-ൽ പരം വൃദ്ധർ ഇനി മുതൽ 2 നേരം ഈ അടുക്കളയിൽ വന്ന് ഭക്ഷണം കഴിക്കും. വൃദ്ധർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു വീഡിയോ ചിത്രത്തിൻ്റെ പ്രദർശനവും നടന്നു. ഒരു പെൺകുട്ടിയും 3 വൃദ്ധരും പുഴ കാണാൻ പോകുന്നതാണ് അതിൻ്റെ പ്രമേയം. 1 പതിറ്റാണ്ടിന് ശേഷം അവർ പുഴ നേരിൽ കാണും. പുഴവെള്ളത്തിൽ ഇറങ്ങി നിന്നപ്പോൾ 3 വൃദ്ധരും പൊട്ടിക്കരഞ്ഞു. 25 കൊല്ലങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിലെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ആർക്കെങ്കിലും കരയാതിരിക്കാൻ പറ്റും? പെറ്റമ്മ നേപ്പാളും പോറ്റമ്മ തിരുവല്ലയുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. 2 ബംഗാളികൾ ചേർന്ന് ഭക്തിഗാനം പാടി. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്തൊരിമ്പം! ആ വല്യപ്പച്ചൻ കൈയടിച്ചു കൂടെ പാടി. ഇടയ്ക്ക് വെച്ച് ബംഗാളികൾ നിർത്തിക്കളഞ്ഞു. ഇത്രയുമേ അവർ കാണാതെ പഠിച്ചു കാണും. വയസ്സർക്ക് വേണ്ടിയുള്ള പ്രത്യേക സെക്സ് ടോയ് ഷോപ്പിന് മുന്നിൽ അല്പം തിരക്കുണ്ടായി. വല്യപ്പച്ചൻ ഇഷ്ടമുള്ളത് വാങ്ങിച്ചോളൂ, കൊച്ചുമകൻ കടയിലേക്ക് കയറാൻ കൂട്ടാക്കാതെ പറഞ്ഞു. ഇത്തരം 12ഓളം കടകൾ അവൻ എണ്ണിയിരുന്നു.
വഴിനീളെ നേപ്പാളി പെണ്ണുങ്ങൾ മാത്യൂസിനെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. 30-ൽ താഴെ പ്രായമുള്ള ഒരുത്തൻ ആ ടൗണിലൂടെ പോകുന്നത് അവർ നേരിട്ട് കണ്ടിട്ട് എത്ര കാലമായി. തിരികെ നടക്കുമ്പോൾ മണിനാദം പോലെ എന്തോ ശബ്ദം പിടിച്ചെടുക്കാൻ വല്യപ്പച്ചന് പറ്റുന്നില്ല. കൈകൂട്ടി അടിക്കും പോലെ. പള്ളി നാന്നോടാ മാത്യൂസ് ആ ചോദ്യം കേട്ട് തിരിഞ്ഞു വന്നു. അതിന് പള്ളിയിൽ ആള് വേണ്ടായോ? വല്യപ്പച്ചനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയ അയാൾ. പണ്ട് ഈ ടൗണിൽ 37 പള്ളികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 7 എണ്ണം തുറക്കുന്നുണ്ട്. ബാക്കിയോ? വല്യപ്പച്ചൻ അവനോട് തിരക്കി. അതെല്ലാം ഹോട്ടലായി മാറി. ചർച്ച് ഹോട്ടൽ എന്നാണ് പേര്. ദേ നോക്കിക്കേ. കൊച്ചുമകൻ വല്യപ്പച്ചന് കാണിച്ചു കൊടുത്തു. വർണ്ണനിറമുള്ള കുരിശുകളിൽ ബാർ നക്ഷത്രങ്ങൾ തിളങ്ങുന്ന ചർച്ച് ഹോട്ടലുകളിൽ ഒന്ന് ജോസഫ് അപ്പോഴാണ് ശരിക്കും കണ്ടത്. ചർച്ച് ഹോട്ടൽ നോക്കി ജോസഫ് കുരിശ് വരച്ചു. അയാൾ കൊച്ചുമകനെ അടുത്തേക്ക് ചേർത്ത് നിർത്തി ഒരു മോഹം കൂടി ഉണ്ടെന്ന് അറിയിച്ചു. അതെന്താണെന്ന് കൊച്ചുമകൻ തിരക്കി. നീയൊന്ന് കുരിശ് വരയ്ക്കുന്നത് എനിക്ക് കാണണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, വല്യപ്പച്ചൻ പറഞ്ഞു. മാത്യൂസ് അമ്പരന്നു. ഇത്രയുള്ളോ എന്ന ഭാവമായിരുന്നു ആദ്യം. പിന്നെ അതങ്ങ് മാറി. വല്യപ്പച്ചൻ പ്രതീക്ഷയോടെ നിന്നു. വലത് കൈ നെറ്റിയിലേക്കായിരുന്നു ആദ്യം പോകേണ്ടത്. പക്ഷെ അത് കൊച്ചുമകൻ്റെ നെഞ്ചിൽ തൊട്ട് നിന്നു. മാത്യൂസ് നിശ്ചലനായി. പിന്നെ 2 കൈയും ഉയർത്തി കാണിച്ചു. കുരിശ് വരയ്ക്കാനുള്ള ശ്രമം വീണ്ടും തെറ്റിപ്പോയെന്ന് ബോധ്യമായപ്പോൾ കൊച്ചുമകൻ ആദ്യമായി വല്യപ്പച്ചന് മുന്നിൽ തലകുനിച്ചു. വല്യപ്പച്ചൻ അത് കണ്ടപ്പോൾ കരയാൻ തോന്നി. ഗോഷ്ടി കാണിക്കും പോലെ കുരിശ് വരയ്ക്കാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ട കൊച്ചുമകനെ നോക്കി വല്യപ്പച്ചൻ പറഞ്ഞു, ദാ ഇങ്ങനെ. അയാൾ വലത് കൈയിലെ 3 വിരൽ നെറ്റിയിലേക്ക് ഉയർത്തി. പിന്നെ നെഞ്ചിലേക്കാണ് കൈ നീണ്ടതെങ്കിലും ആ കൈ താഴേക്ക് തെന്നി വീണു. കുരിശ് ഉയർന്നില്ല, ആ കൈയും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺ ദ ഡോട്ട് മീഡിയ.